നമസ്കാരം. വിഷുഫലത്തിൽ മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ഒരു വിഷുഫലത്തിൽ മകം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ, നമ്മൾ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും ജാതകത്തിലെ ദശാപഹാരം മനസ്സിലാക്കുകയും ഇപ്പോൾ രാശി മാറുന്ന വ്യാഴം, ശനി, രാഹു, കേതു ഈ മാറ്റങ്ങൾ നമ്മുടെ ജാതകത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു, നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ നീചത്തിലാണോ ഉച്ചത്തിലാണോ ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റേതായ പരിഹാരങ്ങളും മുൻകരുതലുകളും എടുത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ജീവിതത്തിൽ വരികയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. ഇനി ജാതകഫലം നിങ്ങൾക്കറിയുവാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പരാജയങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു നെഗറ്റീവായ അനുഭവങ്ങൾ അതിനൊരു ചെറിയൊരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുഫലത്തിൽ മകം നക്ഷത്രക്കാർ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന വിജയം ഈ ഒരു വർഷം നേടിയെടുക്കുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ടി ധാരാളം ധനം ചിലവാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. അതിനോടൊപ്പം ഈശ്വര പ്രാർത്ഥനയും വളരെ അത്യാവശ്യം തന്നെയാണ്. ക്ഷമയും സഹനശക്തിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഉന്നത വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം നേട്ടങ്ങൾ കാണുന്ന വർഷം തന്നെയാണ്. നിങ്ങൾ കർഷകനാണ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാകും. അല്ലെങ്കിൽ ഈ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ ലാഭമുണ്ടാകും. ഇതിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹായിക്കുവാൻ മനസ്സിലുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടാകുകയും അങ്ങനെയുള്ള സഹായത്തിലൂടെ മനസ്സന്തോഷം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. സൽ ചിന്തയിലൂടെയും സൽ സ്വഭാവങ്ങളിലൂടെയും നിങ്ങളുടെ പേരും പ്രശസ്തിയും അംഗീകാരവും കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. കുടുംബത്തിനുള്ളിലുണ്ടാകുന്ന നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് പരിഹരിക്കുവാനും സന്തോഷകരമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. സാമ്പത്തിക ഭദ്രത നിലനിർത്തുവാൻ വേണ്ടി അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഗ്രഹനിർമ്മാണത്തിനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്രഹം മാറി താമസിക്കുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്നു എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ അതിൽ വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കുന്നു. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും. പണമിടപാടുകൾ വളരെ കൃത്യത പാലിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു വിഷയവും ഉണ്ടാകുകയില്ല. ഏത് മേഖലയിൽ പോയാലും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ പരിചയക്കാരും മൂലം നിങ്ങൾക്ക് ആ മേഖലയിൽ വളരെ നിസ്സാരമായി എല്ലാവരുമായി സഹകരിക്കുവാനും അവിടെ നിങ്ങളുടെ ഇഷ്ടം
പിടിച്ചു പറ്റുവാനും സന്തോഷകരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും സാധിക്കും. അകന്നു നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ഒരുമിക്കുവാനും സന്തോഷകരമായ ജീവിതം കൊണ്ടുപോകുവാനും സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ ആരെങ്കിലും ഈ മകനക്ഷത്രത്തിലുള്ളവർ പിരിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ബിസിനസ് രംഗങ്ങളിൽ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുവാനും അല്ലെങ്കിൽ ആ മേഖലയിൽ സ്ഥലം മാറ്റം ലഭിക്കുവാനും സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ കാര്യം തൃപ്തികരം അല്ല. പുതുതായിട്ടുള്ള അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ പഴയ രോഗങ്ങൾ കൂടുവാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി വരുന്നത് നിങ്ങൾക്ക് തന്നെ നേരിൽ കാണുവാൻ സാധിക്കും. ദൂരയാത്രകൾ കൊണ്ട് മാനസികപരമായിട്ട് ഒരുപാട് സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുന്നൊരു വർഷം തന്നെയാണ്. പ്രണയബന്ധങ്ങൾ സഫലീകരിക്കുവാനും സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. പ്രണയിക്കുന്നവർ തമ്മിൽ പിരിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രണയം സാക്ഷാത്കരിക്കുവാനും അല്ലെങ്കിൽ ആ പ്രണയബന്ധം വീണ്ടും സ്നേഹത്തിലാവുവാനും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് നടക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ പ്രണയവും ഇതെല്ലാം സക്സസ് ആകുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുകയും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ ധനം അനാവശ്യമായി ചിലവായിക്കൊണ്ടേയിരിക്കും. കുടുംബസുഖം, ബന്ധുഗുണം എന്നിവ വർദ്ധിക്കും. അതിനോടൊപ്പം ചിലവുകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അകന്നു നിന്ന ബന്ധുക്കളും നിങ്ങളെ തേടി വരികയും നിങ്ങളുടെ ആ ഒരു പിണക്കങ്ങൾ മാറി സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. പഠന നിലവാരം ഉയരുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷവും കൂടി തന്നെയാണ് ഈ വരുന്നത്. ബന്ധുജനങ്ങളുടെ സഹായം മൂലം പുതിയ ബിസിനസ് ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ വഴിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വിജയിക്കും. വാഹനം, ബിസിനസ്, ജോലി ഈ കാര്യങ്ങളിലെല്ലാം നേട്ടമുണ്ടാകും. അതായത് വാഹനം എടുക്കുന്നതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ നേടാൻ സാധിക്കും. പ്രൈവറ്റ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ കമ്പനികൾ മാറി മറ്റൊരു കമ്പനിയിലോട്ട് പോവുകയും ഉയർന്ന ജോലി ചെയ്യുവാനും സാധിക്കും. നിങ്ങൾക്ക് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടം വരുന്ന ഒരു സമയം തന്നെയാണ്. കൂടാതെ സന്താനങ്ങളുടെ ആ ഒരു സൽസ്വഭാവവും ഗുണവും കൊണ്ട് നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വരികയും സന്തോഷം വരികയും സന്തോഷത്തോടു കൂടി മനസ്സമാധാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പൂർവ ജന്മസുഹൃതം, അതായത് പൂർവികരുടെ അനുഗ്രഹത്താലും നമ്മളുടെ മുജ്ജന്മ സുഹൃതം കൊണ്ടും നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാനും അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിനോടൊപ്പം മുരുകസ്വാമി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തുകയും അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം പോയി ദർശനം നടത്തി പുഷ്പാഞ്ജലി അർപ്പിച്ച് ഭഗവാനെ നമ്മളുടെ യഥാശക്തി വഴിപാടുകൾ, അതായത് നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുകയും വഴിപാട് അർപ്പിക്കുകയും അഭിഷേകങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ വളരെ കൂടുതലായി ജീവിതത്തിൽ എത്തിച്ചേരുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും.